ഡിബേറ്റ് വിത്ത് ഡോക്ടർ അരുൺകുമാർ. ലോക്സഭയിലേക്കും എല്ലാ നിയമസഭകളിലേക്കും ഒരേ സമയം തെരഞ്ഞെടുപ്പ് നടത്താൻ ഭരണഘടനാ ഭേദഗതി ചെയ്യുന്നതിനുള്ള ബിൽ ലോക്സഭയിൽ ഇന്ന് അവതരിപ്പിച്ചു. 269 അംഗങ്ങൾ ബിൽ അവതരണത്തെ അനുകൂലിച്ചു. 198 പേർ എതിർത്തു. നിയമസഭകളുടെ കാലാവധി ലോക്സഭയുടെ കാലാവധിക്കൊപ്പമാക്കാനുള്ള നീക്കം ഒരു തുഗ്ലക് തീരുമാനമാണോ? ഡിമോണിറ്റൈസേഷൻ അഥവാ നോട്ട് നിരോധനത്തിനു ശേഷം ഇന്ത്യ കാണുന്ന മറ്റൊരു തുഗ്ലക് തീരുമാനമാണോ ഒറ്റ രാജ്യം ഒറ്റ തിരഞ്ഞെടുപ്പ് നീക്കം? ഫെഡറലിസത്തിന് എതിരാണോ? ഭരണഘടനാ വിരുദ്ധമാണോ? രാജ്യം ഒറ്റ വോട്ടിലേക്കാണ്. ഇന്ന് ലോക്സഭയിൽ സംഭവിച്ചത് ഇങ്ങനെയാണ്. ബിൽ അവതരിപ്പിച്ചത് അർജുൻ റാം മേഘ്വാൾ എന്ന നിയമവകുപ്പ് മന്ത്രി. ബിൽ അവതരിപ്പിക്കുമ്പോൾ ബില്ലിനെ അനുകൂലിച്ച് അഥവാ ബില്ലിന്റെ അവതരണത്തെ അനുകൂലിച്ച് വോട്ട് ചെയ്ത ആളുകൾ 269, എതിർത്തവർ 198. ആദ്യം വോട്ടിംഗ് മെഷീൻ വെച്ചായിരുന്നു. പക്ഷേ വോട്ടിംഗ് മെഷീൻ പുതിയ അംഗങ്ങളിൽ പലർക്കും പരിചയമില്ലാത്തതുകൊണ്ട് ഒടുവിൽ സ്ലിപ്പ് അനുവദിച്ചുകൊണ്ടാണ് വോട്ടിനിട്ടത്. അങ്ങനെ രണ്ടാം ഘട്ടം വോട്ട് രേഖപ്പെടുത്തിയപ്പോൾ 198 പേർ ഈ ബിൽ അവതരണത്തെ എതിർത്തു. 32 പാർട്ടികളാണ് ബില്ലിനെ പിന്തുണച്ചത്. എന്നാൽ 15 പാർട്ടികളാണ് ബില്ലിനെ എതിർത്തത്. ബില്ലിനെ എതിർക്കുന്നവർ ആരൊക്കെയാണെന്ന് നോക്കാം. കോൺഗ്രസ് ആണ് പ്രധാനമായും. ഇന്ന് വളരെ ശക്തമായി തന്നെ തിവാരി അടക്കമുള്ളവർ ഈ ബില്ലിൻ്റെ കാര്യത്തിൽ വിയോജിപ്പ് രേഖപ്പെടുത്തി. ഭരണഘടനാ വിരുദ്ധമാണ്, അത് ബേസിക് സ്ട്രക്ചർ ഡോക്ടറിന് നിരക്കാത്തതാണ്, ഭരണഘടനയുടെ അടിസ്ഥാന സ്വഭാവത്തെ തന്നെ വെല്ലുവിളിക്കുന്നതാണ്, അത് ഈ പാർലമെന്റിന്റെ കോമ്പിറ്റൻസിക്ക് അഥവാ ഈ ലോക്സഭയുടെ അധികാര പരിധിക്ക് പുറത്താണ് തുടങ്ങിയ വാദങ്ങളാണ് പ്രധാനമായിട്ടും കോൺഗ്രസ് ഉന്നയിച്ചത്. അത് ഫെഡറലിസം എന്ന് പറയുന്ന അടിസ്ഥാന ആശയത്തെ ചോദ്യം ചെയ്യുന്നതാണ്. ശിവസേനയും ബില്ലിനെ എതിർത്തു. സമാജ്വാദി പാർട്ടിയും തൃണമൂൽ കോൺഗ്രസും DMK തുടങ്ങിയ കക്ഷികളും എതിർത്തു. അനുകൂലിച്ചത് പ്രധാനമായും BJP, TDP, YSR കോൺഗ്രസ് തുടങ്ങിയവയാണ്. കോൺഗ്രസിന്റെ ശക്തമായ ആരോപണം ഇത് ഭരണഘടനാ വിരുദ്ധമാണ്, അൺകോൺസ്റ്റിറ്റ്യൂഷണലാണ് എന്നാണ്. എന്നാൽ ഈ വാദത്തെ പിന്നീട് ഹരീഷ് സാൽവെ എന്ന അഭിഭാഷകൻ മറ്റൊരു ചാനലിൽ നൽകിയ അഭിമുഖത്തിൽ ഭരണഘടനാ വിരുദ്ധമല്ല എന്ന് ഖണ്ഡിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ കോൺഗ്രസ് ഫെഡറലിസത്തിനെതിരായതുകൊണ്ട് തന്നെ ഭരണഘടനയുടെ അടിസ്ഥാന ആശയത്തിനെതിരാണെന്ന് പറയുന്നു. മുസ്ലിം ലീഗും ഭരണഘടനാ തത്വങ്ങളുടെ ലംഘനമാണെന്നും അത് ബേസിക് സ്ട്രക്ചർ ഡോക്ടറിനെതിരാണെന്നും വാദിക്കുന്നു. SP അംബേദ്കറുടെ ആശയങ്ങൾക്കെതിരാണെന്ന് SP-യും BSP-യും നിലപാടെടുക്കുന്നു. DMK ഫെഡറലിസത്തിനെതിരാണെന്നും സംസ്ഥാന നിയമസഭകളുടെ അധികാരത്തെയും കാലാവധിയെയും ലോക്സഭയ്ക്ക് ഹനിക്കാൻ കഴിയില്ലെന്നുമുള്ള നിലപാടെടുക്കുന്നു. TMC ഇത് തൃണമൂൽ കോൺഗ്രസ് അടിസ്ഥാനമായി ജനാധിപത്യത്തിന്റെ എതിരാണ് എന്ന് വാദിക്കുന്നു. ബില്ലിന്റെ ലക്ഷ്യങ്ങൾ 2034 എല്ലാ തിരഞ്ഞെടുപ്പുകളും, അതായത് ലോക്സഭയിലെയും നിയമസഭയിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ നിയമസഭകളുടെയും കാലാവധി ഒറ്റ സമയത്തേക്ക് നിശ്ചയിക്കുക. എല്ലാ തിരഞ്ഞെടുപ്പും ഒരേ കാലയളവിൽ സൈമിൾട്ടേനിയസ് ആയിട്ട് നടത്തുക എന്നതാണ് ഈ ബില്ലിലെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. പക്ഷേ 2029 തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് 2034 മുതൽ മാത്രമായിരിക്കും എല്ലാ തിരഞ്ഞെടുപ്പും ഒരുമിച്ച് നടത്താനുള്ള നീക്കമുണ്ടാവുക. അതായത് ഇനി 10 വർഷം നമ്മൾ കാത്തിരിക്കണം എന്നർത്ഥം. ലോക്സഭ, നിയമസഭ, തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പുകൾ ഒന്നിച്ച് എന്നതായിരുന്നു ആദ്യം വിഭാവനം ചെയ്തത്. പക്ഷേ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ കാര്യത്തിൽ ഇപ്പോൾ അതാത് സംസ്ഥാനങ്ങൾക്കാണ് തീരുമാനമെടുക്കാൻ കഴിയുക. ബില്ലിന്റെ ലക്ഷ്യങ്ങൾ ഭരണഘടനയിൽ പ്രധാനമായിട്ടും 82, 83, 172, 327 എന്നീ ആർട്ടിക്കിളുകളിലാണ് ഭേദഗതി വരിക. ലോക്സഭ, രാജ്യസഭ ഒന്നിച്ചാക്കാൻ ആദ്യ ബില്ല് വരുന്നു എന്നുള്ളതാണ്. ജമ്മു കാശ്മീർ, ദില്ലി എന്നിവയ്ക്ക് ബാധകമാക്കാൻ രണ്ടാമത്തെ ബില്ല് വരുന്നു. അതായത് കേന്ദ്രഭരണ പ്രദേശങ്ങളിലേക്ക് ബാധകമാക്കാനായിട്ട് രണ്ടാമത്തെ ബില്ല് വരുന്നു. പൊതു വോട്ടർ പട്ടികയായിരിക്കും ലോക്സഭയിലേക്കും സംസ്ഥാന നിയമസഭയിലേക്കും ഉണ്ടാവുക. പ്രായോഗികമായ ബുദ്ധിമുട്ടുകൾ ഭരണഘടനാ ഭേദഗതി വേണ്ടിവരും എന്നുള്ളതാണ്. പല ഭരണഘടനാ ഭേദഗതികൾക്കും ഒരുപക്ഷെ സ്പെഷ്യൽ മെജോറിറ്റി വേണ്ടി വന്നേക്കാം. ഉദാഹരണത്തിന് 82A എന്ന ഒരു പ്രൊവിഷൻ കൂട്ടിച്ചേർക്കേണ്ടി വരും. 82Aയിൽ 6 വരെയുള്ള ക്ലോസുകൾ ഭരണഘടനയിൽ അമെൻഡ് ചെയ്ത് ചേർക്കേണ്ടി വരും. അത് സാങ്കേതികമായി നിലവിലുള്ള ഭൂരിപക്ഷം തികയാതെ വരുമോ എന്നതാണ് ചോദ്യം. നിയമ ഭേദഗതി ആവശ്യം. ഭരണഘടനയിലെ 5 അനുച്ഛേദങ്ങൾ ഭേദഗതി ചെയ്യണം. ജനപ്രാതിനിധ്യ നിയമം, റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾസ് ആക്ടും ഭേദഗതി ചെയ്യണം. കാലാവധി തീരാത്ത സർക്കാർ ഉപതെരഞ്ഞെടുപ്പ് വിഷയങ്ങളിൽ വ്യക്തതയില്ല. അതായത് ഇപ്പോൾ 34 ആകുമ്പോഴേക്കും ഉദാഹരണത്തിന് കേരള സംസ്ഥാന നിയമസഭ 2026 തിരഞ്ഞെടുപ്പിലേക്ക് പോകും, 31 തിരഞ്ഞെടുപ്പിൽ പോകും. അത് കഴിഞ്ഞാൽ പിന്നീട് 36 പോകേണ്ട കേരള നിയമസഭ
34 ഒറ്റ തിരഞ്ഞെടുപ്പ് ഒരു രാജ്യമെന്ന അവസ്ഥ നിലവിൽ വന്നാൽ 2034 ആകുമ്പോൾ കേവലം 3 വർഷം മാത്രമേ പൂർത്തിയാക്കൂ. ഇതേപോലെ 2 വർഷവും 3 വർഷവും ഒക്കെ പൂർത്തിയാക്കുന്ന നിയമസഭകളുടെ കാലാവധി വെട്ടിച്ചുരുക്കേണ്ടി വരും എന്നുള്ളതാണ്. മാത്രമല്ല, പൂർത്തിയാകാത്ത സർക്കാരുകളുടെ ഭാവി എന്ത്? കൂട്ടുകക്ഷി മന്ത്രിസഭകളുള്ളവയിൽ ഏതെങ്കിലും കക്ഷി പിന്തുണ പിൻവലിച്ചു കഴിഞ്ഞാൽ തൂക്ക് മന്ത്രിസഭ വരുന്നൊരു സാഹചര്യത്തിൽ എന്തു സംഭവിക്കും എന്നൊരു ചോദ്യമുണ്ട്. എന്നാൽ നേട്ടങ്ങളായി BJP പറയുന്നത് 1% GDP-യുടെ നേട്ടമുണ്ടാവും, വലിയ ചെലവ് കുറയും എന്നുള്ളതാണ്. ഭരണത്തിൽ കൂടുതൽ ശ്രദ്ധ നൽകാം, പോളിസി കാര്യങ്ങളിൽ ഒരു ഏകോപനമുണ്ടാവും, ഏകതയുണ്ടാവും, വികസന പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ സമയം ചെലവഴിക്കാൻ സാധിക്കും, ഉദ്യോഗസ്ഥരുടെ ജോലിഭാരം കുറയും, സർക്കാർ നയങ്ങൾ മെച്ചപ്പെട്ട രീതിയിൽ നടപ്പിലാക്കാനാകും, വോട്ടിംഗ് ശതമാനം വർദ്ധിക്കും എന്നുള്ളതാണ്. എന്നാൽ ലോക്സഭയിൽ 543 അംഗങ്ങളാണ് ഉള്ളത്. അവിടെ 3/2 ഭൂരിപക്ഷത്തിന് 362 വോട്ടുകൾ വേണം. പല ആർട്ടിക്കിളുകളും ഭേദഗതി ചെയ്യാൻ ഈ സ്പെഷ്യൽ മെജോറിറ്റി ആവശ്യമുണ്ട്. അതായത് സഭയിലെ മൊത്തം അംഗങ്ങളുടെ ഭൂരിപക്ഷവും കേവല ഭൂരിപക്ഷവും ഹാജരായ അംഗങ്ങളുടെ 2/3 വേണം. മുഴുവൻ അംഗങ്ങളും ഹാജരാവുകയാണെങ്കിൽ 362 വോട്ടിന്റെ പിൻബലമുണ്ടെങ്കിൽ മാത്രമേ ഈ ബില്ല് പാസ്സാവൂ. 293 അംഗങ്ങളാണ് ഭരണകക്ഷിയായ പ്രതിപക്ഷ സഖ്യമായ ഇന്ത്യക്കുള്ളത്. ആവട്ടെ 239 മറ്റുള്ളവർ 11. 293 11 കൂടി ചേർന്നാലും 304 മാത്രമേ ആവൂ. പക്ഷേ അപ്പോഴും 57 വോട്ടുകളുടെ കുറവുണ്ടാവും ഈ ഭരണഘടനാ ഭേദഗതി പാസ്സാവാൻ. 3/2 ഭൂരിപക്ഷം രാജ്യസഭയിൽ പാസ്സാവണമെങ്കിൽ 154 വോട്ടുകൾ വേണം. NDAക്ക് നിലവിൽ 121 ഉള്ളൂ, അത് 24 അവർ പിന്തുണച്ചാൽ പോലും 145 ആവൂ. അപ്പോൾ ഭരണകക്ഷിയിൽ നിന്നല്ല, പ്രതിപക്ഷത്തു നിന്നും കക്ഷികളെ അടർത്തിയെടുത്താലല്ലാതെ ഇത്തരമൊരു നീക്കം നടത്തുക സാധ്യമല്ല എന്നർത്ഥം. അതിന്റെ ആദ്യപടി എന്ന വണ്ണം ഉദ്ധവ് താക്കറെ കണ്ടിരിക്കുകയാണ് ഇന്നിപ്പോൾ ദേവേന്ദ്ര ഫട്നവിസ്. അവർ തമ്മിലുള്ള കൂടിക്കാഴ്ചയിൽ ഈ ബില്ലിനുള്ള പിന്തുണ ശിവസേനയുടെ ആഗ്രഹിക്കുന്നുണ്ട് BJP എന്നത് നിശ്ചയവുമാണ്. അങ്ങനെയാണെങ്കിൽ ഇനി പ്രതിപക്ഷത്തെ പിളർത്തി മാത്രമേ BJPക്ക് ഈ ബില്ല് ലോക്സഭയിലും രാജ്യസഭയിലും അവതരിപ്പിക്കാൻ കഴിയൂ എന്നർത്ഥം. ബിൽ അംഗീകരിക്കാനാകില്ല എന്നും ഭരണഘടനാ വിരുദ്ധമാണെന്നുമാണ് കോൺഗ്രസ് നേതാവ് മനീഷ് തിവാരി പറഞ്ഞത്. ബിൽ JPCക്ക് അഥവാ ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിക്ക്, സംയുക്ത പാർലമെന്ററി സമിതിക്ക് വിടാമെന്നും തുടർ ചർച്ചകൾ അതിന്റെ അടിസ്ഥാനത്തിലാകാമെന്നുമായിരുന്നു ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ പ്രതികരണം. നേതാക്കളുടെ പ്രതികരണം കൂടി നമുക്കൊന്ന് കണ്ടുവരാം. Beyond the 7th schedule of the Constitution is the basic structure doctrine. And that basic structure doctrine spells out that there are certain features of the Indian Constitution which are beyond the amending power of this House also. One of the essential features is federalism and the structure of our democracy. And therefore, the bills which have been moved by the Honorable Minister of Law and Justice absolutely assault the basic structure of the Constitution and are beyond the legislative competence of this House, and therefore they need to be opposed ab initio, and the introduction of those bills have to be stopped. मैं अध्यक्ष जी जो बोले हैं वो ध्यान से सुना हूं. उन्होंने 72 के बाहर जाने का नहीं कहा है. उन्होंने कहा कि माननीय सदस्य मनीष तिवारी ने 72 का हवाला देकर जो विचार व्यक्त किए हैं और जो विरोध किया है, इस पर सदन का कोई भी सदस्य अपने विचार रख सकता है. अब कांग्रेस पार्टी में विचार रख सकता है मतलब विरोध ही करना है, मगर विचार व्यक्त कर सकते हैं इसका मतलब होता है पक्ष में भी बोल सकते हैं. അതിഥികളായി നമുക്കൊപ്പം അഡ്വക്കേറ്റ് KS അരുൺകുമാർ CPM പ്രതിനിധി, അഡ്വക്കേറ്റ് ശങ്കുട്ടി ദാസ് BJP പ്രതിനിധി എന്നിവരാണ് നമുക്കൊപ്പം ചേരുന്നത്. നമുക്കൊപ്പം അരുൺ CPM പ്രതിനിധിയുണ്ട്. ആദ്യം അരുൺ, എന്തുകൊണ്ടാണ് ഇന്ത്യ മുന്നണി രാജ്യത്തിന്റെ വികസനം ത്വരിതഗതിയിലാക്കാൻ ലക്ഷ്യമിട്ടുകൊണ്ട് BJP കൊണ്ടുവരുന്ന ഈ ഭരണഘടനാ ഭേദഗതിയെ പിന്തുണയ്ക്കാത്തത്? ഇവിടെ പ്രധാനമായും 2 കാര്യങ്ങളാണ് BJP ഈ ബില്ലിനെ അനുകൂലിച്ചുകൊണ്ട് പറയുന്നത്. ഒന്ന്, വലിയ തരത്തിലുള്ള സാമ്പത്തിക ചെലവ് കുറയും. നമുക്കറിയാം 5 വർഷം കൂടുമ്പോൾ നടക്കുന്ന തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ജനാധിപത്യ രാജ്യത്തിൻ്റെ അതുപോലെ തന്നെ പാർലമെന്ററി സിസ്റ്റത്തിൻ്റെ ഏറ്റവും നല്ല മനോഹാരിത തന്നെയാണ്. ആ തെരഞ്ഞെടുപ്പിൽ വലിയ പണച്ചിലവാണ്. അതുകൊണ്ട് പണച്ചിലവ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് എന്നതാണ് ഏറ്റവും വലിയ ഒരു കാരണമായിട്ട് അവർ പറയുന്നത്. എന്നാൽ അത് കൃത്യമായിട്ട് പരിശോധിച്ചാൽ ഇപ്പോൾ 2019 തെരഞ്ഞെടുപ്പ്, അതായത് 17ാം ലോകസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ്, ആ തെരഞ്ഞെടുപ്പിൽ ആകെ ചെലവായ തുക 8,966 കോടിയാണ്. 8,966 കോടി രൂപയാണ്.
അതിൽ 60% പൈസ ചെലവായത് വോട്ടിംഗ് മെഷീന് വേണ്ടിയിട്ടാണ്, വോട്ടിംഗ് മെഷീൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അത് 5430 കോടി രൂപയാണ് വോട്ടിംഗ് മെഷീന് വേണ്ടി ചെലവായത്. ഇവിടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കുന്ന അതേ വോട്ടിംഗ് മെഷീൻ തന്നെയാണ് എല്ലാ സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും ഉപയോഗിക്കുന്നത്. ഒരേ തെരഞ്ഞെടുപ്പ് ഒരേ സമയത്ത് നടക്കുമ്പോൾ ഇത്രയും വോട്ടിംഗ് മെഷീൻ സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്ക് വേണ്ടി അഡീഷണൽ ആയിട്ട് ഉണ്ടാക്കേണ്ടി വരും. അപ്പോൾ 60% പൈസ തെരഞ്ഞെടുപ്പിന് വേണ്ടി അടുത്ത കാലത്ത് ചെലവഴിക്കുന്ന 60% പൈസ വോട്ടിംഗ് മെഷീന് വേണ്ടിയാണ് എന്നതിരിക്കെ അത്രയും വോട്ടിംഗ് മെഷീൻ കൂടുതലായിട്ട് ഉണ്ടാക്കണം എന്ന് പറയുമ്പോൾ ഭീമമായിട്ടുള്ള ചെലവ് അതിനുവേണ്ടി വരും. നമുക്കറിയാം, ഇപ്പൊ രാവിലെ 7 മണിക്ക് പോളിംഗ് ആരംഭിച്ച് വൈകുന്നേരം 6 മണി വരെയാണ് പോളിംഗ്. പല ബൂത്തുകളിലും എക്സ്ട്രാ ടൈമും അനുവദിക്കേണ്ടി വരികയാണ്, കാരണം നീണ്ട ക്യൂ കാണുകയാണ്. ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഇനി എടുക്കുന്ന സമയം പോലെ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് സമയമെടുക്കും. അപ്പോൾ ഇത്രയും ബൂത്ത് കൊണ്ട് 7 മണിക്ക് മുമ്പ് വൈകിട്ട് 6 മണിക്ക് മുമ്പ് വോട്ടിംഗ് പൂർത്തീകരിക്കാൻ കഴിയില്ല, കാരണം അത്രയും സമയം തന്നെ എടുക്കുമല്ലോ, കാരണം പല പ്രായത്തിലുള്ളവരാണ് വോട്ട് ചെയ്യാൻ വരുന്നത്. അപ്പോൾ എക്സ്ട്രാ പോളിംഗ് ബൂത്തുകൾ വേണ്ടി വരും, എക്സ്ട്രാ ഉദ്യോഗസ്ഥന്മാർ വേണ്ടി വരും. അപ്പോൾ വലിയ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ ചെലവ് ഇതിന്റെ ഭാഗമായി കൂടി വരുന്നതാണ് നാം കാണേണ്ടി വരിക. ഇതോടൊപ്പം തന്നെയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കണമെങ്കിൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് പ്രത്യേക വോട്ടിംഗ് മെഷീൻ വേണം, ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് പ്രത്യേക വോട്ടിംഗ് മെഷീൻ വേണം, ജില്ലാ പഞ്ചായത്തിലേക്ക് വോട്ടിംഗ് മെഷീൻ വേണം. യെസ്, അപ്പോൾ അവിടെ നിൽക്കട്ടെ, അതവിടെ നിന്നോട്ടെ. അപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് എത്ര പോളിംഗ് മെഷീൻ ആണോ ഉപയോഗിച്ചത് അത്രയും പോളിംഗ് മെഷീൻ തന്നെ, വോട്ടിംഗ് മെഷീൻ തന്നെ വീണ്ടും എടുത്തിട്ട് രണ്ടാമത്തെ താങ്കളുടെ വിയോജിപ്പിലേക്ക് വരാം. നമുക്കിപ്പം ശങ്കുണ്ഠിദാസ് ആണുള്ളത്. ശങ്കുണ്ഠിദാസ്, ഇതിൽ തന്നെ ഒരു പോയിന്റ് പ്ലീസ് ആഡ് ചെയ്തോളൂ. ഈ പോയിന്റിൽ ചെലവ് ചുരുക്കുന്നു എന്നതുമായി ബന്ധപ്പെട്ട പോയിന്റിൽ അതാണല്ലോ ബിജെപിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആർഗ്യുമെന്റ്. ഇവിടെ 2019 തെരഞ്ഞെടുപ്പ് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ 8976 കോടി രൂപ ചെലവായി. അതായത് മൊത്തം ബജറ്റ് ചെലവിന്റെ 0.33%. ഇതിപ്പോ 1980-81 തെരഞ്ഞെടുപ്പിൽ മൊത്തം ബജറ്റ് ചെലവിന്റെ 3.30% ചെലവായത്. അതേപോലെ 96-97 തെരഞ്ഞെടുപ്പിൽ 0.36%. അതായത് എല്ലാ തെരഞ്ഞെടുപ്പുകളിലും ബജറ്റ് ചെലവിന്റെ നിശ്ചിത ശതമാനം ഏറ്റക്കുറച്ചിലുകൾ ഇല്ലാതെ ഒരു 0.35, 0.33 അതേ ശതമാനത്തിലാണ് പോകുന്നത്. അപ്പൊ അടുത്ത കാലത്ത് തെരഞ്ഞെടുപ്പിന് ഭീമമായിട്ടുള്ള ചെലവ് വരുന്നു എന്ന് പറയുന്ന വാദം കണക്കുകൾ വെച്ച് പരിശോധിക്കുമ്പോൾ നിലനിൽക്കുന്നതേയല്ല. അതാണ് ഇനി അടുത്ത ചോദ്യമായിട്ടുള്ളത്. ശങ്കുണ്ഠിദാസ്, BJP ഈ ബില്ലുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വരുമ്പോൾ പറഞ്ഞ പ്രധാന വാദങ്ങളിലൊന്ന് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഭീമമായ ചെലവ് കുറയ്ക്കാൻ സാധിക്കും. അതാണ് കണക്ക് വെച്ച് അരുൺ പൊളിച്ചു കളയുന്നത്. അങ്ങനെയല്ല, ഇനി ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ്റെ കാര്യത്തിലാണെങ്കിൽ ചെലവ് കൂടും. 2, മൊത്തത്തിലുള്ള ചെലവെന്ന് പറയുന്നത് 0.35, 0.36% മാത്രമാണ് ടോട്ടൽ ബഡ്ജറ്റിൻ്റെത്. ഇതിൽ കാര്യമായ വർധന ഉണ്ടായിട്ടില്ല എന്നാണ് CPM-ൻ്റെയും ഇന്ത്യ മുന്നണിയുടെയും വാദം, ആർഗ്യുമെന്റ്. ശങ്കുണ്ഠിദാസ്, നോക്കൂ, ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പിൻ്റെ ആകെ ചെലവ് 8600 കോടി രൂപയാണ്. അതിൻ്റെ തന്നെ ഭൂരിഭാഗം ചെലവും ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട ചെലവാണ് എന്ന് ശ്രീ അരുൺകുമാർ പറയുമ്പോൾ ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ പറ്റിയിട്ടുള്ള CPM-നെ പോലെയുള്ള ഒരു പ്രാദേശിക പാർട്ടിയുടെ അജ്ഞതയാണത് സൂചിപ്പിക്കുന്നത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. 2024 ഇന്ത്യയുടെ പൊതു തെരഞ്ഞെടുപ്പ് നടത്താനുള്ള ആകെ ചെലവ് 1,20,000 കോടി രൂപയാണ്. 2019 തെരഞ്ഞെടുപ്പിൻ്റെ ചെലവ് 60,000 കോടിക്ക് മേലെയായിരുന്നു. 1,00,000 കോടി രൂപയായിരുന്നു ഇത്തവണ നമ്മൾ നിശ്ചയിക്കപ്പെട്ടിരുന്ന ഒരു എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത്. പക്ഷേ അതിനുശേഷം ഓഡിറ്റിങ്ങിൽ 1,20,000 കോടി രൂപ നമ്മുടെ തെരഞ്ഞെടുപ്പിൻ്റെ ചിലവായിട്ട് കണക്കാക്കപ്പെടുന്നുണ്ട്. എന്താണ് ഈ ചെലവ് എന്ന് പറഞ്ഞാൽ അത് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഉണ്ടാക്കുന്ന ചിലവല്ല. ലോകത്തെ തന്നെ ഏറ്റവും വലിയ ജനാധിപത്യ പ്രക്രിയയാണ് ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ്. 97 കോടി വോട്ടർമാരാണ് ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തത്. 10.5 ലക്ഷം പോളിംഗ് ബൂത്തുകളാണ് ഇന്ത്യയിൽ സ്ഥാപിച്ചിട്ടുള്ളത്. ഓരോ 15,000 അടി ഇടവിട്ടിട്ടും ഒരു പോളിംഗ് ബൂത്ത് എന്നുള്ള കണക്കിൽ 10.5 ലക്ഷം പോളിംഗ് ബൂത്തുകളാണ് ഇന്ത്യയിൽ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. 1.5 കോടി പോളിംഗ് ഒഫീഷ്യൽസാണ്. ഇലക്ഷൻ കമ്മീഷന് കീഴിൽ മാത്രം 855 സ്റ്റാഫ്. അതല്ലാതെ ഓരോ സംസ്ഥാനത്തെയും സ്റ്റാഫിനെ മുഴുവൻ ഈ ഇലക്ഷനുമായി ബന്ധപ്പെട്ട പ്രക്രിയകൾക്ക് വേണ്ടി വിനിയോഗിക്കുകയാണ്. CRPF, CISF തുടങ്ങിയിട്ടുള്ള അർദ്ധ സൈനിക വിഭാഗങ്ങളെ വിനിയോഗിക്കുകയാണ്. ഇങ്ങനെ 1.5 കോടി ഇലക്ഷൻ ഒഫീഷ്യൽസുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായിട്ടുള്ള ചെലവ് എത്രയാണ്? 82 ദിവസങ്ങൾ നീണ്ടു നിന്ന പ്രക്രിയയായിട്ടാണ് നമ്മൾ 7 ഫേസിലുള്ള തെരഞ്ഞെടുപ്പ് നടത്തിയത്. അപ്പോൾ ഇതിൻ്റെ ചെലവ് എന്ന് പറയുന്നത് ഇതെല്ലാം ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യപ്പെടുകയാണ്. സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ നടക്കുന്ന സമയത്ത് ഇതേപോലെ ഇത്രയും തന്നെ പോളിംഗ് സ്റ്റേഷനുകൾ വീണ്ടും ആവർത്തിക്കേണ്ടി വരുന്നു. ഇങ്ങനെ
ഇങ്ങനെ തന്നെ പോളിംഗ് ഒഫീഷ്യൽസിനെ വീണ്ടും ആവർത്തിക്കേണ്ടി വരുന്നു, ഇതേപോലത്തെ ഇലക്ഷൻ എക്സ്പെൻഡിച്ചർ വീണ്ടും ആവർത്തിക്കേണ്ടി വരുന്നു. ഒരുമിച്ചൊരു തെരഞ്ഞെടുപ്പ് നടത്തി കഴിഞ്ഞാൽ 2 ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ വെക്കണം എന്നുള്ള ചിലവ് മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള എല്ലാ ചിലവും ഇല്ലാണ്ടാവുകയാണ്. ഓരോ സംസ്ഥാനത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ നടത്താനും 10,000 കോടിക്ക് മേലിൽ ചിലവ് വരുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഇന്ത്യയുടെ മൊത്തം GDP-യിൽ 1% ലാഭം ഉണ്ടാക്കാൻ നമുക്ക് വൺ ഇന്ത്യ വൺ ഇലക്ഷൻ കൊണ്ടുവരുന്നതുകൊണ്ട് സാധിക്കും. ഇത് BJP അവതരിപ്പിക്കുന്ന BJP-യുടെ ബ്രെയിൻ ചൈൽഡ് ആയിട്ടുള്ള ഒരു പദ്ധതിയൊന്നുമല്ല. ഇത് ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള ഒരു ആശയമാണ്, ഫെഡറൽ തത്വങ്ങൾക്ക് വിരുദ്ധമാണെന്ന് നിങ്ങൾ വാദിക്കുമ്പോൾ, അങ്ങനെയാണെങ്കിൽ ഇന്ത്യയുടെ ഒറിജിനൽ പൊസിഷൻ, നമ്മുടെ ഭരണഘടനാ നിർമ്മാതാക്കൾ വിഭാവനം ചെയ്തിട്ടുള്ള ഇന്ത്യയുടെ യഥാർത്ഥ ജനാധിപത്യ പ്രക്രിയയുടെ സങ്കല്പം, അത് ഫെഡറൽ തത്വങ്ങൾക്ക് വിരുദ്ധമായിരുന്നു നമ്മൾ പറയേണ്ടി വരും. കാരണം 1951 മുതൽ 1967 വരെ നടന്നിട്ടുള്ള എല്ലാ തെരഞ്ഞെടുപ്പുകളും വൺ ഇന്ത്യ വൺ ഇലക്ഷനാണ്. ഒബ്ജക്ഷൻ ഉണ്ട്. ഞാൻ ആ പോയിന്റിൽ ആദ്യത്തെ കണക്കിന്റെ കാര്യത്തിൽ അരുൺ മറുപടി പറയട്ടെ. എനിക്ക് അറിയേണ്ടത്, ഇത് ഭരണഘടനാ വിരുദ്ധമല്ല എന്നൊരു ആർഗ്യുമെന്റ് മുന്നോട്ട് വയ്ക്കുന്നു. കോൺഗ്രസ് ഇത് മുന്നോട്ട് വെച്ചത് ഇത് ഭരണഘടനാ വിരുദ്ധമാണ്, ബേസിക് സ്ട്രക്ചർ ഡോക്ടറിന് പോലും എതിരാണ്, ഫെഡറലിസത്തെ അത് ബാധിക്കുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ. കാര്യം വോട്ടവകാശം അടിസ്ഥാനമായ പൗരന്റെ അവകാശമാണ്, അത് വിനിയോഗിക്കുക, നിയമസഭയുടെ കാലാവധി ലോക്സഭയ്ക്ക് തീരുമാനിക്കാൻ കഴിയുമോ തുടങ്ങിയ ചോദ്യങ്ങൾ അതിന് മുന്നിലുണ്ട്. എൻ്റെ ചോദ്യം ഇതാണ്: 1951 ഇത് ഭരണഘടനാ വിരുദ്ധമല്ലാത്തതിൻ്റെ കാരണം ഭരണഘടന നിലവിൽ വന്ന് സൈമിൾട്ടേനിയസ് ഇലക്ഷനാണ് തുടങ്ങുമ്പോൾ അതൊരു ഭരണഘടനാ വിഷയമല്ല. അവിടെ തുടങ്ങിക്കഴിഞ്ഞിട്ട് ഓരോ സംസ്ഥാനങ്ങളും പിന്നീട് കൂട്ടുകക്ഷി മന്ത്രിസഭയിലേക്ക് പോയി, അവിടെ മുന്നണികളിൽ നിന്ന് പാർട്ടികൾ കൂറുമാറുന്ന സാഹചര്യമുണ്ടായി. അങ്ങനെ സർക്കാർ വീഴുന്ന സാഹചര്യം ഉണ്ടാകുമ്പോഴാണ് ഇതിൻ്റെ ഏകതാനത നഷ്ടപ്പെട്ടു പോകുന്നത്. ഒരേ സമയം തിരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരുന്ന പല സംസ്ഥാനങ്ങളും പിന്നീട് മുമ്പോ പിമ്പോ ഒക്കെ തിരഞ്ഞെടുപ്പിലേക്ക് മാറുന്നു. അവിടെ ബോധപൂർവം ഒരുമിച്ച് തിരഞ്ഞെടുപ്പ് കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ നിയമസഭയുടെ കാലാവധി ലോക്സഭയുടെ കാലാവധിക്ക് അനുയോജിച്ച് വെട്ടിച്ചുരുക്കുകയോ നീട്ടിക്കൊണ്ടുപോവുകയോ ചെയ്യേണ്ടി വരുന്ന അവസ്ഥയുണ്ടാവും. അത് ഭരണഘടനാ വിരുദ്ധമാണ് എന്നാണ് കോൺഗ്രസിന്റെ ആർഗ്യുമെന്റ്. ശങ്കുണ്ണിദാസ്, നോക്കൂ, ഇന്ത്യൻ ഭരണഘടനയിൽ കണ്ടക്ട് ഓഫ് എലക്ഷൻസ് എന്ന് പറയുന്നത് യൂണിയൻ ലിസ്റ്റിന്റെ ഭാഗമായിട്ടുള്ളതാണ്. അങ്ങേക്ക് അറിയാം, ഇന്ത്യൻ ഭരണഘടനയിൽ ആർട്ടിക്കിൾ 372 എന്താണ്? ദ പവർ ഓഫ് ദ പാർലമെന്റ് ടു മേക്ക് പ്രൊവിഷൻസ് റിഗാർഡിംഗ് സ്റ്റേറ്റ് അസംബ്ലി ഇലക്ഷൻസ് ആണ്. നിയമസഭാ തെരഞ്ഞെടുപ്പുകളുമായി ബന്ധപ്പെട്ട ചട്ടങ്ങളും അതുമായി ബന്ധപ്പെട്ട വ്യവസ്ഥകളും രൂപീകരിക്കാനുള്ള പാർലമെന്റിന്റെ അധികാരമാണ്. അതുകൊണ്ടാണല്ലോ പാർലമെന്റ് പാസ്സാക്കിയിട്ടുള്ള റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾസ് ആക്ടിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പഞ്ചായത്ത് രാജിന്റെ അടിസ്ഥാനത്തിലല്ലോ സംസ്ഥാനത്തെ ഭരണഘടനാപരമായ സംശയം. പാർലമെന്റിന്റെ കാലാവധി 5 വർഷമാണല്ലോ ഇപ്പോൾ. സംസ്ഥാന നിയമസഭകൾക്ക് 5 വർഷം കാലാവധി എന്നത് വേണ്ടേ? അതെ, തീർച്ചയായിട്ടും വേണമല്ലോ. സംസ്ഥാന നിയമസഭകൾക്ക് ആർട്ടിക്കിൾ 172 പ്രകാരം നിലവിൽ 5 വർഷത്തെ കാലാവധിയുണ്ട്. പക്ഷെ നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മൾ ഒരു കറപ്ഷൻ ഉണ്ടായതിനെ നമ്മൾ പരിഹരിക്കാൻ ശ്രമിക്കുകയാണ്. അതാണ് ഞാൻ വിശദീകരിച്ച് വന്നത്. 1951-52 കാലഘട്ടത്തിലെ തെരഞ്ഞെടുപ്പ്, അതിനുശേഷം നടന്ന 1967 തെരഞ്ഞെടുപ്പ്, അതിനുശേഷം നടന്നിട്ടുള്ള 1957 തെരഞ്ഞെടുപ്പ്, അതിനുശേഷം നടന്നിട്ടുള്ള 1962 തെരഞ്ഞെടുപ്പ്, അതിനുശേഷം നടന്നിട്ടുള്ള 67 തെരഞ്ഞെടുപ്പ്, 4 പൊതു തെരഞ്ഞെടുപ്പുകളിൽ സംസ്ഥാനങ്ങളിലേക്കും നിയമസഭകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ഒന്നിച്ച് നടന്നു. ഈ സിസ്റ്റം എവിടെ വെച്ച് ബ്രേക്കായി? കോൺഗ്രസിന്റെ സർക്കാരുകൾ പല സംസ്ഥാനങ്ങളെയും രാഷ്ട്രപതി ഭരണം പ്രഖ്യാപിച്ചുകൊണ്ട് കാലാവധി പൂർത്തിയാക്കുന്നതിന് മുൻപ് അവരെ രാജിവെക്കാൻ നിർബന്ധിതരാക്കിയതിനെ തുടർന്ന് പല സംസ്ഥാനങ്ങളുടെയും കാലാവധി പൂർത്തിയാക്കാൻ കഴിയാണ്ട് വന്നു. 1970 നിലവിൽ വന്നിട്ടുള്ള ഇന്ദിരാഗാന്ധിയുടെ മന്ത്രിസഭ, 67 വന്നിട്ടുള്ള ഇന്ദിരാഗാന്ധിയുടെ മന്ത്രിസഭയ്ക്ക് കാലാവധി പൂർത്തിയാക്കാൻ സാധിച്ചില്ല. അവർ 70 രാജിവെച്ചു. 71 വീണ്ടും പൊതുതെരഞ്ഞെടുപ്പ് നേരിടേണ്ടി വന്നു. 5ാമത്തെ ലോക്സഭയ്ക്കും കാലാവധി പൂർത്തിയാക്കാൻ സാധിച്ചില്ല. ഇത് ഭരണഘടനാ വിരുദ്ധതയിലൂടെയാണ് വൺ ഇന്ത്യ വൺ ഇലക്ഷൻ എന്ന് പറയുന്ന സംഭവം ഇല്ലാണ്ടായത്. അനിയന്ത്രിതമായിട്ട് രാഷ്ട്രപതിയോട് അടിച്ചേൽപ്പിക്കാനുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചത് കൊണ്ടാണ് വൺ ഇന്ത്യ വൺ ഇലക്ഷൻ എന്നുള്ള സംവിധാനം ഞാൻ പറയാം. ബേസിക് സ്ട്രക്ചർ ഡോക്ട്രിൻ എന്ന് പറയുന്നത് 1973 കേശവാനന്ദ ഭാരതി കേസിൽ സുപ്രീം കോടതി മുന്നോട്ട് വെച്ചിട്ടുള്ള ആശയമാണ്. ആ ആശയം എന്ന് പറയുന്നത് ഭരണഘടനയുടെ അടിസ്ഥാനപരമായിട്ടുള്ള സത്തയെ വയലേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഭരണഘടനാ ഭേദഗതികൾ കൊണ്ടുവരാൻ സാധിക്കില്ല. വൺ ഇലക്ഷന് വേണ്ടി നടത്തുന്ന ഫെഡറലിസം ആ സത്തയാണ്. ഇന്ത്യയിലെ ഫെഡറലിസത്തിൻ്റെ സ്വഭാവത്തെ പറ്റി നമുക്ക് വേറൊരു ചർച്ച സുദീർഘമായിട്ട് നടത്തേണ്ടതുണ്ട്. നമ്മൾ എത്രത്തോളം ഫെഡറലാണ്, നമ്മൾ യൂണിയൻ ആണോ? നമ്മുടെ ഭരണഘടനയുടെ 1ാമത്തെ ആർട്ടിക്കിൾ എന്താ പറയുന്നത്? ഫസ്റ്റ് ആർട്ടിക്കിൾ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്താ പറയുന്നത്? യൂണിയൻ ഓഫ് ഇന്ത്യ ദാറ്റ് ഈസ് ഭാരത് ഷാൾ ബി എ ഇന്ത്യ ദാറ്റ് ഈസ് ഭാരത് ഷാൾ ബി എ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്നാണ്. ഷാൾ ബി എ ഫെഡറേഷൻ ഓഫ് സ്റ്റേറ്റ്സ് എന്നല്ല പറഞ്ഞത്, യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്നാണ് പറഞ്ഞത്.
സാർ, അങ്ങ് പൊളിറ്റിക്കൽ സയൻസ് പഠിപ്പിക്കുന്ന അധ്യാപകനാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാനത് പഠിച്ചിട്ടുള്ള ആളാണ്. നമുക്ക് അതിനെ പറ്റിയിട്ട് വേണമെങ്കിൽ അല്ലല്ല, യൂണിയൻ എന്ന് പറഞ്ഞാൽ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്ന് പറയാൻ പ്രാമുഖ്യം നിലവിലത്തെ അവസ്ഥയിൽ അമേരിക്കയുടെ പോലെ ഇല്ലെങ്കിൽ പോലും ഇവിടെ ഒരു ക്വാസി ഫെഡറൽ ആയിട്ടുള്ളൊരു സംവിധാനമുണ്ട്. അവിടെ സംസ്ഥാന നിയമസഭകൾക്ക് അധികാരമുണ്ട്. സംസ്ഥാന നിയമസഭകളുടെ അധികാരത്തെ ലോക്സഭ കവർന്നെടുക്കുന്നുണ്ടോ എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ഞാൻ ഇതിന്റെ പൊളിറ്റിക്കൽ ഡിബേറ്റിലേക്ക് വരാം. ശങ്കുട്ടിദാസ്, അരുൺകുമാർ ഒരു ചെറിയ ഇടവേള അരുണിലേക്ക് പോകുന്നു. നേരത്തെ ശങ്കുട്ടിദാസ് ഭരണഘടനാ വിരുദ്ധമല്ല എന്ന് വാദിക്കാനായി മുന്നോട്ട് വെച്ച വാദങ്ങൾ കേട്ടുവല്ലോ അരുൺ. ഇതിൽ യഥാർത്ഥ ചോദ്യം, ശങ്കുട്ടിദാസ് പറഞ്ഞതുപോലെ ഒരു കണക്ക് നമ്മുടെ മുന്നിലുണ്ടെങ്കിൽ യെസ് ശങ്കു, ഞാൻ ഒന്ന് അരുണിലേക്ക് പോയതിനു ശേഷം ശങ്കുലേക്ക് മടങ്ങി വന്നാൽ പോരെ? ഞാൻ പറഞ്ഞു തുടങ്ങിയ കാര്യം ശരി 30 സെക്കൻഡ്സ് നമ്മുടെ സമയത്തിന് പരിമിതി ഉള്ളതുകൊണ്ടാണ് 30 സെക്കൻഡ്സിൽ ശങ്കുട്ടിദാസ് വൈൻഡപ്പ് ചെയ്തോളൂ. 30 സെക്കൻഡ്സ്. യെസ്, അതായത് ഞാൻ പറഞ്ഞു തുടങ്ങിയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഭരണഘടനയിൽ ഫെഡറൽ എന്നൊരു വാക്ക് ഉപയോഗിച്ചിട്ട് പോലുമില്ല. പക്ഷേ ഫെഡറൽ സ്പിരിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഭരണഘടനയുടെ ബേസിക് സ്ട്രക്ചറിന്റെ ഭാഗമാണെന്ന് സുപ്രീം കോടതികൾ തന്നെ നിരീക്ഷിച്ചിട്ടുണ്ട്. പക്ഷേ ഫെഡറലിസം എന്ന് നിങ്ങൾ അക്കാഡമിക്കലി ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് അമേരിക്ക പോലെ ഒരു ഫെഡറൽ രാജ്യമല്ല നമ്മൾ. അവിടെ 50 സ്റ്റേറ്റുകൾ തമ്മിൽ പരസ്പരം ഒരു രാജ്യമായി നിൽക്കാനുള്ള കരാറുണ്ടാക്കുകയാണ്, ഒരു ഫെഡറേഷനാണ്. ഇന്ത്യയുടെ കാര്യത്തിൽ ഒരു സംസ്ഥാനം പോലും പരസ്പരം കരാറുണ്ടാക്കിയിട്ടില്ല. കേരളവും തമിഴ്നാടും തമ്മിലോ തമിഴ്നാടും കർണാടകവും തമ്മിലോ കരാറുണ്ടാക്കിയിട്ടില്ല. എല്ലാവരും യൂണിയനോടാണ് കരാറ്. ഇൻസ്ട്രുമെന്റ് ഓഫ് ആക്സഷൻ ഒപ്പിട്ട് യൂണിയൻ ലയിച്ച് ചേരുകയാണ്. ഫെഡറേഷന്റെ ഏറ്റവും വലിയ പ്രത്യേകത അവിടെ ഡുവൽ സിറ്റിസൺഷിപ്പ് ഉണ്ട്. ദർ ഇസ് എ റൈറ്റ് ടു സെസീഡ്, പിരിഞ്ഞു പോരാനുള്ള അവകാശമുണ്ട്. ഇന്ത്യയിലാണെങ്കിൽ ഡുവൽ സിറ്റിസൺഷിപ്പും ഇല്ല, റൈറ്റ് ടു സെസീഡും ഇല്ല. വൺസ് യു എൻ്റർ യു ആർ ഓൾവേസ് എ യൂണിറ്റ് എന്നതാണ്. അപ്പോൾ യൂണിറ്ററി മോഡൽ ഓഫ് ഗവൺമെന്റ് ആണ്. അതുകൊണ്ടാണ് നമ്മുടെ സാങ്കേതികമായ പ്രശ്നമുണ്ട്. കാര്യം ഫെഡറലിസത്തിന്റെ അടിസ്ഥാനമായ സ്വഭാവം ഇതൊക്കെ അതിന്റെ ബാഹ്യമായ സ്വഭാവങ്ങളാണെങ്കിലും there is division of power. അവിടെ ഒരു ഡിവിഷൻ ഓഫ് പവർ ഉണ്ട്. ആ ഡിവിഷൻ ഓഫ് പവർ ആണ് നമ്മുടെ യൂണിയൻ ലിസ്റ്റും സ്റ്റേറ്റ് ലിസ്റ്റും കൺകറന്റ് ലിസ്റ്റും ഉള്ളത്. യൂണിറ്ററി സർക്കാരിൽ നിന്ന് ഇത് പൊളിറ്റിക്കൽ സയൻസിന്റെ ക്ലാസുമായി പോകരുത് ശങ്കുട്ടിദാസ്, എങ്കിലും പറയട്ടെ, ഫെഡറലിസത്തിന്റെ അടിസ്ഥാന സ്വഭാവങ്ങളിലൊന്ന് ഡിവിഷൻ ഓഫ് പവർ ആണ്. ആ ഡിവിഷൻ ഓഫ് പവർ അനുസരിച്ച് യൂണിയൻ ലിസ്റ്റും സ്റ്റേറ്റ് ലിസ്റ്റും കൺകറന്റ് ലിസ്റ്റും നമ്മുടെ രാജ്യത്തുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ഫെഡറൽ സ്പിരിറ്റ് ഉണ്ട് എന്ന സുപ്രീം കോടതിയുടെ ബേസിസ് സ്ട്രക്ചർ ഡോക്ടറിന്റെ ആർഗ്യുമെന്റ് ആണ് ഇനി ഏത് ആർഗ്യുമെന്റിനും മുകളിൽ നിൽക്കുക. BSD യിൽ സുപ്രീം കോടതി നിശ്ചയിച്ചു, അതുപ്രകാരം നമ്മുടെ രാജ്യത്ത് ഫെഡറൽ സ്പിരിറ്റ് ഉണ്ട്. ദാറ്റ്സ് ആർഗ്യുമെന്റ്. ഇനി അതിനകത്ത് വേറെ ചർച്ചയില്ല. പക്ഷേ എന്റെ ചോദ്യം ഇതാണ്, നമ്മൾ ഒരു നിമിഷം സർ, അതിന് യൂണിറ്ററി സ്വഭാവമുണ്ട് എന്ന് ഞാൻ അംഗീകരിക്കുന്നു. പക്ഷേ ഫെഡറൽ സ്പിരിറ്റ് ഉണ്ട് എന്ന ബേസിസ് സ്ട്രക്ചർ ഡോക്ടറിൻ ആർഗ്യുമെന്റ് ആണ് നിലനിൽക്കുക. ഞാൻ വരാം ശങ്കുട്ടിദാസ്, ഞാൻ ഒന്ന് അരുണിലേക്ക് പോയി വരാം. അരുൺ, ഇതിൽ ഏറ്റവും ഫെഡറലിസം എന്ന് പറയുന്നത് പോളിസി ഓഫ് നോൺ എൻക്രോച്ച്മെന്റ് ആണ്. യൂണിയന്റെ അധികാരത്തിലേക്ക് സംസ്ഥാനവും സംസ്ഥാനത്തിന്റെ അവിടെയാണ് ഫെഡറലിസത്തിന്റെ പ്രസക്തി. അവിടെയാണ് ഫെഡറലിസത്തിന്റെ പ്രസക്തി. യൂണിറ്ററി സർക്കാരുകളിൽ അങ്ങനെ ഒരു ഡിവിഷൻ ഓഫ് പവർ ഉണ്ടാവില്ല. അവിടെയെല്ലാം കേന്ദ്രത്തിലായിരിക്കും നിക്ഷിപ്തമാവുക. നമ്മുടെ സംസ്ഥാന നിയമസഭയുടെ അധികാരത്തെ ലോക്സഭയ്ക്കും കവർന്നെടുക്കാൻ കഴിയില്ല, കൺകറന്റ് വിഷയങ്ങളിൽ അല്ലാതെ. അതാണ് അവിടെ നിൽക്കട്ടെ. ഞാൻ നമുക്ക് പൊളിറ്റിക്കൽ സയൻസിന്റെ ക്ലാസ് റൂമിലേക്ക് നമുക്ക് പിന്നീട് പോകാം. നോക്കൂ, ഒരു നിമിഷം ഞാൻ അരുണിലേക്ക് പോയി വരാം. അരുൺ നോക്കൂ, ഇത് ഭരണഘടനാ വിരുദ്ധമല്ല എന്ന് മാത്രവുമല്ല, ഇത് സംസ്ഥാനത്തിന്റെ രാജ്യത്തിന്റെ വികസനത്തിന്റെ കുതിപ്പിന് തന്നെ പ്രധാനപ്പെട്ടതാണ്. ദുർവ്യയം ഒഴിവാവുന്നു എന്നുള്ളതാണ്. താങ്കളുടെ കണക്കുകൾ ഖണ്ഡിക്കുകയാണ് ശങ്കുട്ടിദാസ്. മറുപടി അരുൺ. ഒരിക്കലുമില്ല. ഞാൻ പറയുന്നത് ആധികാരികമായിട്ടുള്ള കണക്കാണ്. 16ാം ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്ന 2014 ഗവൺമെന്റിന് ചെലവായ തെരഞ്ഞെടുപ്പിനായിട്ടുള്ള തുക 3870 കോടി. അതുപോലെ ഞാൻ ആദ്യം സൂചിപ്പിച്ച 2019 തെരഞ്ഞെടുപ്പ് 17ാം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഗവൺമെന്റിന് ചെലവായത് 8966 കോടി. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ചെലവാക്കിയ തുകയെല്ലാം കണക്ക് കൂട്ടിയിട്ടാണ് BJPയുടെ പ്രതിനിധി പറയുന്നത്. ഗവൺമെന്റ് എന്താ പറയുന്നത്? ഗവൺമെന്റിന്റെ സാമ്പത്തിക ചെലവ് കൂടുകയാണ് ഇടയ്ക്കിടയ്ക്കായിട്ടുള്ള തെരഞ്ഞെടുപ്പ്. ഒന്ന് ശ്രദ്ധിക്കേണ്ടത്, സംസ്ഥാന നിയമസഭകളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിന്റെ മുഴുവൻ ചെലവും സംസ്ഥാന ഗവൺമെന്റാണ് വഹിക്കുന്നത്. അതിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു വിഹിതവുമില്ല. അത് രണ്ടും രണ്ടാണ്. ഇപ്പൊ ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊപ്പം സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പ് നടത്തുമ്പോൾ ഇത്രയും വോട്ടിംഗ് മിഷൻ, കൂടുതലായിട്ട് മിഷൻ വേണം എന്നതിൽ ഈ BJP പ്രതിനിധിക്ക് സംശയമുണ്ടോ? ഇത്രയും ഉദ്യോഗസ്ഥന്മാർ എക്സ്ട്രാ വേണം എന്നതിൽ ഇദ്ദേഹത്തിന് സംശയമുണ്ടോ? പോളിംഗ് ബൂത്തുകൾ രാവിലെ 7 മണിക്ക് വോട്ടിംഗ് തുടങ്ങിയ വൈകിട്ട് 6 മണി വരെയല്ലേ ഉള്ളൂ. ഇപ്പോഴും 6 മണിക്ക് പോളിംഗ് കഴിയാതെ 7 മണി 8 മണി വരെ ക്യൂ നിൽക്കുന്നു. നമുക്കറിയാം അതിന്റെ ഡിലേ. വോട്ടിംഗ് മെഷീനിൽ വോട്ടിൽ പ്രസ് ചെയ്താൽ ശബ്ദം കേൾക്കണം, ബീപ്പ്, വോട്ട് ചെയ്തു എന്ന് ഉറപ്പുവരുത്തണം. അതിൻ്റെതായിട്ടുള്ള ഡിലേ ഉണ്ട്. ആ ടൈമിംഗ് കൃത്യമായിട്ട് പാലിക്കണം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ബൂത്തിന്റെ എണ്ണം കൂടുതൽ വേണ്ടേ? ഉദ്യോഗസ്ഥന്മാർ കൂടുതൽ വേണ്ടേ? അപ്പോൾ ഈ പറയുന്ന ചെലവുകളൊന്നും ലാഭിക്കാൻ കഴിയില്ല എന്നത് ഒന്നാമത്തെ കാര്യം. പിന്നെന്താ, ഈ തെരഞ്ഞെടുപ്പ് 5 കൊല്ലം കൂടുമ്പോഴാകുമ്പോൾ ഈ തെരഞ്ഞെടുപ്പ് മാനദണ്ഡങ്ങളൊന്നും വരില്ല. അപ്പോൾ വികസന പ്രവർത്തനങ്ങൾക്ക് വേഗത കൂടും. നമുക്കറിയാം 2019 ഇവിടെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്നു, അതിന്റെ റിസൾട്ട് വന്നു. 2020 ആയപ്പോഴേക്കും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വന്നു. അപ്പോൾ പ്രാദേശികമായിട്ടുള്ള എല്ലാ വികസന പ്രവർത്തനങ്ങളിലും വേഗത വന്നു. ആ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് ലക്ഷ്യപ്പെട്ട് എല്ലാ തരത്തിലും വികസനം നടന്നു. 2021
ഇപ്പൊ നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നു. ഇടയ്ക്കിടയ്ക്ക് തെരഞ്ഞെടുപ്പ് വരുമല്ലോ, അതുകൊണ്ട് വികസന പ്രവർത്തനങ്ങൾ ജനങ്ങൾക്ക് കൊടുത്ത വാക്കു പാലിക്കണമല്ലോ, വളരെ വേഗതയിൽ അത് പൂർത്തീകരിക്കണമല്ലോ എന്ന ഒരു നിശ്ചയം ഭരണത്തിൽ ഇരിക്കുന്നവർക്ക് വരും. അല്ല 5 കൊല്ലത്തേക്ക് തെരഞ്ഞെടുപ്പേ ഇല്ല എന്ന് വന്നാൽ ആദ്യത്തെ 4 കൊല്ലം ഒരു വികസന പ്രവർത്തനങ്ങളിലും കേന്ദ്രീകരിക്കുന്ന സമീപനം ഉണ്ടാവില്ല. അവസാനത്തെ ഒരു 6 മാസം കേന്ദ്രീകരിക്കുന്ന സമയം. ഇത്തരത്തിലുള്ള തെരഞ്ഞെടുപ്പുകളാണ് ജനാധിപത്യത്തിന്റെ മനോഹാരിത. ആ മനോഹാരിത തകർത്ത് ഇപ്പൊ പറയുന്നു പണച്ചെലവാണ് ഒറ്റ തെരഞ്ഞെടുപ്പ്, ഭാവിയിൽ പറയും തെരഞ്ഞെടുപ്പേ വേണ്ടെന്ന് പറയും. രാജ്യസഭയുടെ പ്രശസ്തി എന്താവും? 6 വർഷമാണ് കാലാവധി. ഓരോ 2 വർഷവും 3-1 ആളുകൾ റിട്ടയർ ആകും. ഇങ്ങനെ വന്നാൽ പിന്നെ രാജ്യസഭയ്ക്ക് പ്രശസ്തിയില്ല. ഓരോ 2 വർഷം റിട്ടയർ ആകുന്ന പുതിയ ആളുകൾ വരുന്ന സാഹചര്യമില്ല. അപ്പൊ അധോസഭയായി രാജ്യസഭയെ തകർക്കുക, അങ്ങനെ നിരവധി ലക്ഷ്യങ്ങൾ തന്നെയാണ് ഈ ബില്ല് അവതരിപ്പിക്കപ്പെട്ടത്. ഇല്ലാത്ത ഭൂരിപക്ഷം ഉണ്ടാക്കി ഈ രാജ്യത്തിന്റെ ഫെഡറൽ സ്ട്രക്ചറിനെ തകർത്ത്, ജനാധിപത്യത്തിന്റെ ഉള്ളടക്കം തകർത്ത്, പ്രാദേശിക പാർട്ടികളെ തകർത്ത് ഒരു 1-2 രാഷ്ട്രീയ പാർട്ടികളിലേക്ക് കേന്ദ്രീകരിക്കാനും ജനാധിപത്യമില്ലാത്ത തെരഞ്ഞെടുപ്പുകളില്ലാതെ ഏകാധിപത്യ രാജ്യമാക്കി ഈ രാജ്യത്തെ മാറ്റാൻ വേണ്ടിയിട്ടുള്ള തന്ത്രപരമായിട്ടുള്ള അജണ്ടയുടെ ഭാഗമായിട്ടാണ് ഈ ബില്ല്. അതുകൊണ്ട് അതിശക്തമായിട്ടുള്ള പ്രതിഷേധം ഈ ബില്ലിനെതിരെ ഉണ്ടാകും. പാർലമെന്റിനകത്തും പുറത്തും അതിശക്തമായിട്ട് രാഷ്ട്രീയ തുടുപ്പുകളെ ഇല്ലാതാക്കാനുള്ള ഒരു നീക്കം, അതുവഴി ഏകാധിപത്യത്തിലേക്കും കേന്ദ്രീകരണത്തിലേക്കും പോകാനുള്ള നീക്കമെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. അഡ്വക്കേറ്റ് ശങ്കുണ്ണിദാസ് മറുപടി പറയാം. ഒപ്പം ഒരു ചോദ്യം കൂടി ബാക്കി നിൽക്കുന്നു. നോക്കൂ, വിവിധ സംസ്ഥാനങ്ങളിൽ കൂട്ടുകക്ഷികൾ ഭരിക്കുന്നുണ്ട്. അങ്ങനെ കൂട്ടുകക്ഷികൾ ഭരിക്കുന്ന ഒരു ഭരണ സംവിധാനത്തിൽ ഒരു കക്ഷി കൂറുമാറുകയാണെങ്കിൽ ആ സർക്കാർ താഴെ വീണാൽ പുതിയ സംവിധാനം അനുസരിച്ച് അവിടെ ഈ പാറ്റേൺ പൊളിയില്ലേ? അങ്ങനെ വന്നാൽ 2 വർഷം മാത്രം അധികാരത്തിൽ തുടരുന്ന, അതല്ലെങ്കിൽ അധികാരത്തിൽ തുടർന്ന് ഭൂരിപക്ഷം നഷ്ടപ്പെടുന്ന ഒരു സർക്കാരിനെ ബാക്കിയുള്ള 2.5 വർഷക്കാലം എന്തു ചെയ്യും? നിലവിലുള്ള പാറ്റേൺ അനുസരിച്ച് ഒരു കൂട്ടുകക്ഷി മന്ത്രിസഭയുള്ള ഒരു സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം. മറുപടിയിലേക്ക് വരാം. രാജ്യം ഒറ്റ വോട്ടിലേക്കോ എന്നാണ് ചോദ്യം. നമുക്ക് 2 മിനിറ്റിൽ താഴെ സമയം മാത്രമേ ഉള്ളൂ. അഡ്വക്കേറ്റ് കെ എസ് അരുൺകുമാർ CPM പ്രതിനിധി, അഡ്വക്കേറ്റ് ശങ്കുണ്ണിദാസ് BJP പ്രതിനിധി എന്നിവരാണ്. അഡ്വക്കേറ്റ് ശങ്കുണ്ണിദാസ്, അരുൺ ഉന്നയിച്ച പ്രധാനപ്പെട്ട ആരോപണം ഇത് അമിതമായ കേന്ദ്രീകരണത്തിലേക്കും ഏകാധിപത്യത്തിലേക്കും പ്രാദേശിക രാഷ്ട്രീയ കക്ഷികളെ ഇല്ലാതാക്കാനുമായുള്ള BJPയുടെ രാഷ്ട്രീയ തന്ത്രമെന്നാണ്. മറുപടി. നമുക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഭേദഗതി നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത് എന്നുള്ളത് മാത്രമേ ഞാൻ പറയാം. അദ്ദേഹത്തിന് മറുപടി പറയാൻ മാത്രമല്ല പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കൂടി പറയണമല്ലോ. അതിനിടയിൽ അങ്ങ് ചോദിച്ചൊരു ചോദ്യം ഉണ്ടായിരുന്നു, ഇടക്കാലത്ത് സർക്കാർ പൂർത്തിയാവാതിരുന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു? അതിനുള്ള ഉത്തരവാണ് പുതുതായിട്ട് അവതരിപ്പിക്കപ്പെടുന്ന ഭരണഘടനാ അനുച്ഛേദം ആർട്ടിക്കിൾ 82A എന്ന് പറയുന്നത്. ആർട്ടിക്കിൾ 82A മിഡ് ടേം ഇലക്ഷൻസ് നടത്താനുള്ള പ്രൊവിഷൻസ് ആണ് അവിടെ വെക്കുന്നത്. 3 കൊല്ലത്തിന് ശേഷം ഒരു സർക്കാർ വീണാലോ 2 കൊല്ലത്തിന് ശേഷം ഒരു സർക്കാർ വീണാലോ ഒരു മിഡ് ടേം ഇലക്ഷൻ നടത്താം. അങ്ങനെ മിഡ് ടേം ഇലക്ഷനിലൂടെ നിലവിൽ വരുന്ന സഭയ്ക്ക് ആ ഫുൾ ടേമിൻ്റെ കാലാവധി മാത്രമേ ഉണ്ടാവുള്ളൂ. 5ാമത്തെ വർഷം അത് ഡിസോൾവ് ആവും. പിന്നീട് എല്ലായിടത്തും തെരഞ്ഞെടുപ്പ് നടക്കുന്നതിനൊപ്പം വീണ്ടും തെരഞ്ഞെടുപ്പ് നടക്കുന്നുള്ളതാണ്. ഇവിടെ മുന്നേ ഉന്നയിക്കപ്പെട്ടിരുന്ന പോലെ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തുമോ കേന്ദ്രഭരണം നടപ്പാക്കുമോ തുടങ്ങിയിട്ടുള്ള ആശങ്കകൾക്കൊന്നും പഴുതില്ല. ഇവിടെ വീണ്ടും തെരഞ്ഞെടുപ്പ് നടക്കും. അതൊരു മിഡ് ടേം ഇലക്ഷൻ മാത്രമായിരിക്കും. ആർട്ടിക്കിൾ 82A വ്യക്തമാക്കിയിട്ടുണ്ട്. ഇവിടെ എങ്ങനെയാണ് ഇങ്ങനത്തെ ഒരു ഇത് കൊണ്ടുവന്നത്? ഇത് BJP ഏകപക്ഷീയമായിട്ട് കൊണ്ടുവന്നാണോ എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ചോദ്യം. അതായത് 67 ശേഷം പിന്നീട് 1999 സമർപ്പിക്കപ്പെട്ടിട്ടുള്ള 170ാമത്തെ ഫിനാൻസ് കമ്മിറ്റി റിപ്പോർട്ട് 1 ഇന്ത്യ 1 ഇലക്ഷൻ നടപ്പാക്കണമെന്ന് പറയുന്നുണ്ട്. 2015 79ാം പാർലമെന്ററി കമ്മിറ്റി റിപ്പോർട്ട് 1 ഇന്ത്യ 1 ഇലക്ഷൻ നടപ്പാക്കണമെന്ന് പറയുന്നുണ്ട്. 2018 ലോ കമ്മീഷൻ റിപ്പോർട്ട് ഇതുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് നടപ്പാക്കാൻ സാധിക്കുക എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം 2023 സെപ്റ്റംബർ 2 അപ്പോയിന്റ് ചെയ്തിട്ടുള്ള രാംനാഥ് കോവിന്ദ് കമ്മിറ്റി റിപ്പോർട്ട് 1800 പേജുള്ള ഒരു വളരെ വിശദമായിട്ടുള്ള പഠന റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് രാജ്യത്തിന് ഗുണകരമായിട്ടുള്ള ഒരു പദ്ധതിയാണെന്നാണ് പറയുന്നത്. 4 പ്രധാനപ്പെട്ട ഗുണങ്ങളാണ്. ഇപ്പോൾ എന്താ പറയുക, സാമ്പത്തിക ചെലവ് ലഘൂകരിക്കുന്ന കാര്യം, അല്ലെങ്കിൽ ഡ്യൂപ്ലിക്കേഷൻ ഓഫ് കോസ്റ്റ് ഒഴിവാക്കുന്ന കാര്യം ഓൾറെഡി ഇവിടെ പറഞ്ഞുകൊണ്ട് ഞാൻ ആവർത്തിക്കുന്നില്ല. 2, ഗവർണൻസ് എന്ന് പറയുന്ന യഥാർത്ഥ ലക്ഷ്യത്തിൽ ഗവൺമെൻറ്റുകളെ ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ്. ഇവിടെ ഇപ്പോൾ എന്താ സംഭവിക്കുന്നത്? സദാസമയം തെരഞ്ഞെടുപ്പിനെ നേരിടാൻ സജ്ജരായിക്കൊണ്ടിരിക്കുന്ന ഗവൺമെൻറ്റുകളാണ്. ഇപ്പോൾ കേരളത്തിൻ്റെ അവസ്ഥ എടുക്കാം. 2019 പൊതു തെരഞ്ഞെടുപ്പ്, 2020 പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്, 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ്, 2024 വീണ്ടും പൊതു തെരഞ്ഞെടുപ്പ്. 5 കൊല്ലത്തിനിടയ്ക്ക് 4 തെരഞ്ഞെടുപ്പാണ്. ശരാശരി നോക്കിക്കഴിഞ്ഞാൽ 1.25 വർഷത്തിലൊരു തെരഞ്ഞെടുപ്പാണ്. സദാ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ വേണ്ടിയിട്ടാണ് ഗവൺമെൻറ്റുകൾ നിൽക്കുന്നത്. ഗവർണൻസ് എന്ന് പറയുന്ന യഥാർത്ഥ ജോലി ചെയ്യാൻ ഗവൺമെൻറ്റുകൾക്ക് സമയം കിട്ടുന്നില്ല. അതുകൊണ്ട് സ്റ്റേബിൾ ഗവൺമെൻറ്റുകൾ ഉണ്ടാവുന്നില്ല. 2, ബ്യൂറോക്രാറ്റിക് എഫിഷ്യൻസിയെ വളരെ കാര്യമായിട്ട് ഇത് ബാധിക്കുന്നു. യഥാർത്ഥത്തിൽ ജനസേവനം നടത്തുക എന്ന് പറയുന്ന ബ്യൂറോക്രാറ്റുകളുടെ ജോലി, സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ ജോലി, ആ ജോലി ചെയ്യാൻ ഇവർക്ക് സമയമില്ല. ഇവർ എല്ലാ സമയത്തും ഇലക്ഷനറിയാണ് ചെയ്യുന്നത്. ഇവരെപ്പോഴും തെരഞ്ഞെടുപ്പിന്റെ മേൽനോട്ടം നടത്തുക, തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ പങ്കെടുക്കുക എന്ന് പറയുന്ന ജോലിയാണ് ചെയ്യുന്നത്. 3 വികസന പദ്ധതികൾ നടപ്പാക്കാൻ സാധിക്കില്ല. കാരണം ഓരോ 1.25 കൊല്ലം കൂടുമ്പോഴും ഇവിടെ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിൽ വരികയാണ്. അതുകൊണ്ട് ഞാനൊന്ന് ചുരുക്കുന്നു. 30 സെക്കൻഡ്സ് സമയം അരുൺ അനുവദിക്കണം. അരുൺ, 30 സെക്കൻഡ്സ് സമയം മാത്രമേ ഉള്ളൂ. ശങ്കുണ്ണിദാസ് പറഞ്ഞ ഈ വാദങ്ങൾക്കുള്ള മറുപടി കൂടി പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. അല്ല, ഇവിടെ പറഞ്ഞല്ലോ
ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ് എല്ലാവരും. അപ്പോൾ ഓരോ ഇടയ്ക്കിടയ്ക്ക് വരുന്ന തെരഞ്ഞെടുപ്പ് വികസന പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുന്നു. ഞാൻ ആദ്യം ഇതിന്റെ മറുപടി തന്നെയാണ് പറഞ്ഞത്. ഇടയ്ക്കിടയ്ക്ക് തെരഞ്ഞെടുപ്പ് വരും എന്നതുകൊണ്ട് തന്നെ പ്രാദേശികമായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾക്ക് വേഗതയുണ്ടാകും. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ അതിർത്തിയിൽ പ്രാദേശികമായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾക്ക് വേഗതയുണ്ടാകും. കാരണം പൊതുവെ ദേശീയ രാഷ്ട്രീയമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യുന്നതെങ്കിലും പ്രാദേശിക വിഷയങ്ങളാണ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകുമെങ്കിലും ജനങ്ങൾക്ക് കിട്ടേണ്ട വികസന പ്രവർത്തനങ്ങൾ, പ്രത്യേകിച്ച് പ്രകടന പത്രികയിൽ ഉൾപ്പെട്ട കാര്യങ്ങൾ സമയബന്ധിതമായി പൂർത്തീകരിക്കാനും അത് ജനങ്ങൾക്കിടയെ പരിശോധനയ്ക്ക് സമർപ്പിക്കാനും ക്യാമ്പയിൻ നടത്താനും എല്ലാം എല്ലാ ഭരണത്തിലിരിക്കുന്ന കക്ഷികളും രാഷ്ട്രീയ പാർട്ടികളും ശ്രമിക്കും. ചെയ്തില്ലെങ്കിൽ ചെയ്തില്ല എന്നുള്ളത് പ്രതിപക്ഷം ക്യാമ്പയിനാക്കും. അപ്പൊ അത്തരത്തിൽ വികസന പ്രവർത്തനങ്ങൾ ഊട്ടിയുറപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സമീപനത്തെ 4 വർഷം ഒരു വികസനം ഇല്ല, 5-ാം വർഷം മാത്രം ഇതൊക്കെ മതി എന്ന തോന്നലിലേക്ക് വരും. അതുകൊണ്ട് BJP ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉന്നയിക്കുന്ന വാദങ്ങളെല്ലാം ഒരു തരത്തിലും നിലനിൽക്കുന്നതല്ല. ഈ ഭരണഘടനയുടെ തന്നെ തകർക്കാൻ, ഫെഡറലിസത്തെ തകർക്കാൻ, പ്രത്യേകിച്ച് രാജ്യസഭാ സമ്പ്രദായത്തെ ഇല്ലാതാക്കാൻ അതിനൊരു മറുപടി പോലും പറഞ്ഞില്ല എന്ന ലക്ഷ്യത്തോടെ തന്നെയാണ് BJP പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറയാം യെസ്, അതായത് രാജ്യസഭാ പ്രവർത്തനത്തെ അട്ടിമറിക്കാനാണെന്ന് അദ്ദേഹം പറയുമ്പോൾ അദ്ദേഹം ഉദ്ദേശിക്കുന്ന 1951 മുതൽ 1967 വരെയുള്ള 17 കൊല്ലം ഈ രാജ്യത്ത് രാജ്യസഭ ഇല്ലായിരുന്നു എന്നാണോ? ആ കൊല്ലങ്ങളിലെല്ലാം സൈമിൾട്ടേനിയസ് ഇലക്ഷൻസ് ആണ് നടത്തിയത്. ആ സമയത്തോടെ രാജ്യസഭ പ്രവർത്തിച്ചിരുന്നല്ലോ. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് നമ്മൾ പറയാതെ പോയിരുന്നത് വോട്ടർ ഫറ്റീഗ് എന്ന് പറയുന്ന എലമെന്റ്. എന്തുകൊണ്ടാണ് നമ്മുടെ തെരഞ്ഞെടുപ്പുകളിൽ എത്രയും വലിയ കാര്യമായിട്ടുള്ള സന്നാഹങ്ങളും ഒരുക്കങ്ങളും ഉണ്ടായിട്ട് അവസാനം പോളിംഗ് കുറയുന്നത്? ജനങ്ങൾ എന്തുകൊണ്ട് ഇത്രയും എന്തൂസിയാസ്റ്റിക് ആയിട്ട് തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ പങ്കെടുക്കുന്നില്ല? നമ്മുടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പോളിംഗ് കുറഞ്ഞു, ഏറ്റവും അവസാനം നടന്ന പാലക്കാട് തെരഞ്ഞെടുപ്പിൽ പോളിംഗ് കുറഞ്ഞു. എന്താണ്ടാ കാരണം? 5 കൊല്ലത്തിലൊരിക്കൽ വിനിയോഗിക്കുന്ന സമ്മതിദാനാവകാശം എന്ന് പറയുന്ന ആ മൂല്യം ജനങ്ങൾക്ക് ഫീൽ ചെയ്യുന്നില്ല. നിരന്തരമായിട്ട് സമയത്തിന് പരിമിതി ഉള്ളതുകൊണ്ടാണ് ഇതൊക്കെ ഡിബേറ്റബിൾ പോയിന്റ്സ് ആണ്. നമുക്ക് സമയത്തിന് ഒരു പരിമിതി ഉള്ളതുകൊണ്ടാണ്. താങ്ക് യു ശങ്കുട്ടിദാസ്, താങ്ക് യു അരുൺ ചർച്ചയിൽ പങ്കുചേർന്നതിന്. ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് എന്ന പദ്ധതി നമ്മുടെ രാജ്യത്ത് തിരഞ്ഞെടുപ്പ് ഒരു പൊതുശല്യമാണ് എന്നൊരു മനോനിലയിൽ നിന്നുണ്ടായതാണോ? അത് വികസന പ്രക്രിയയെ തുരങ്കം വയ്ക്കുന്നുണ്ടോ ജനാധിപത്യത്തിലെ തെരഞ്ഞെടുപ്പുകൾ എന്നൊരു ചോദ്യമുണ്ട്. വലിയ രാഷ്ട്രീയ ചോദ്യമാണ്. അതിനുള്ള മറുപടിയാണ് ഇനി വരും ദിവസങ്ങളിൽ നമ്മൾ കാത്തിരുന്ന് കാണുക. എന്തായാലും നിലവിൽ 3-2 ഭൂരിപക്ഷത്തോടുകൂടി ഈ ഭരണഘടനാ ഭേദഗതി ബിൽ പാസ്സാക്കാനുള്ള ശക്തി NDA ഭരിക്കുന്ന സർക്കാരിനില്ല എന്നുള്ളതാണ് വാസ്തവം. കണക്കിൽ ഈ നീക്കം പരാജയപ്പെട്ടേക്കാം. പക്ഷേ അപ്പോഴും BJP ആ നീക്കവുമായി മുന്നോട്ട് പോകുന്നു. ആരൊക്കെ പിന്തുണയ്ക്കുമെന്നുള്ളത് ഇനി വരും ദിവസങ്ങളിൽ കാത്തിരുന്നു കാണാം. Debate with Dr. Arun Kumar.